ശ്രീ എസ് ഡിന്നി, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില 4 തവണയാണ് മെയ് 15 മുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 7-8 രൂപയുടെ വർധനവ് ഒരു ലിറ്ററിന് മേൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം. ഇനി വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞ ദിവസം കൂടെ കൂട്ടി 3140 രൂപയായിരിക്കുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില. ഹോട്ടൽ ഉടമകളോട് ചോദിച്ചു നോക്കൂ, പലയിടത്തും കിട്ടാനില്ല. കരിഞ്ചന്തയിൽ സിലിണ്ടർ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ കൂടിയുണ്ട്. ചായക്ക് പോലും എന്ന് വെച്ചാൽ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ചായക്കടക്കം 5 രൂപ കൂടാത്ത ഏത് സ്ഥലമുണ്ട് കേരളത്തിൽ? ഈ രാജ്യത്ത് ഈ നിലയ്ക്കാണ് കേരളത്തിൽ, ഇന്ത്യയിൽ വിലക്കയറ്റം പോകുന്നത് എങ്കിൽ എങ്ങനെ ജനങ്ങൾ ജീവിക്കും എന്നുള്ളതാണ് പ്രശ്നം. പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. നോക്കൂ ശ്രീ അഭിലാഷ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ഇതിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുദ്ധം തന്നെയാണ്. അവിടുന്ന് യുദ്ധത്തിൽ നടക്കുന്നുണ്ട്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നുണ്ട്, അവിടുന്ന് പെട്രോളും പ്രോഡക്ട്സ് ക്രൂഡ് ഓയിൽ വരുന്നില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി ഭാരത സർക്കാർ എന്തൊക്കെ ചെയ്തു? ഈ യുദ്ധം തുടങ്ങിയ കഴിഞ്ഞിട്ട് 10 രൂപ വെച്ചിട്ടുള്ള ടാക്സ്, അതായത് അവിടുന്ന് വരുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതിന് അത് 10 രൂപ വെച്ച് പെട്രോളിലും ഡീസലിനും കുറച്ചു. അത് കുറച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് വില കൂടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യം ചെയ്തു. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ശരിയാണ്, വില കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കൂ, നമ്മളെ ഈ രാജ്യം മറ്റ് രാജ്യങ്ങൾ, ഞാൻ പറയുന്നത് നമ്മൾ ഇവിടുത്തെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല. ഇവിടെ ശരിയാണ്, സാധാരണക്കാർക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളിൽ പോലും ഇത് എഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ രാജ്യം നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള നടപടികൾ എടുത്തുകൊണ്ടാണ്. 10 രൂപ വെച്ച് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എത്രമാത്രം നമുക്കത് ഗവൺമെന്റിന്റെ നഷ്ടം വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം 2 രൂപ പോലും കുറയ്ക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു വിഷയം വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് ആർക്ക് മാറ്റാൻ പറ്റത്തില്ല, യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അവിടെ ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ലഭ്യത. ഒരു കാരണവശാലും ലഭ്യതയ്ക്ക് ഒരു കുറവും വരും. നമ്മുടെ LPG ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും അത് അങ്ങനെ വരരുത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി. ഇതുവരെ ഒരു കാരണവശാലും എങ്ങും ലഭ്യതയില്ലാത്ത ഒരു പ്രശ്നം വന്നിട്ടില്ല. രണ്ടാമത്, ഈ വില കയറ്റത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുക, അതിനു വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ് മാത്രം ചെയ്താൽ പോരാ. 10 രൂപ വെച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചപ്പോൾ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് കേരളത്തിൽ. അവിടാണ് നമ്മൾ ഇന്നത്തെ ആ ചർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് സഭയിൽ നടന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശ്രീ അഭിലാഷ്, 1980 തൊട്ട് ഈ മുന്നണി സംവിധാനം വന്നപ്പോൾ തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് LDF UDF. അപ്പൊ LDF ഭരണത്തിലാണെങ്കിൽ UDF പ്രതിപക്ഷം ആകുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് എന്തും പറയാം, എന്തും ചോദിക്കാം. അങ്ങനെ അപ്പൊ അതും തെറ്റും. അടുത്ത പ്രാവശ്യം അവർ വരുമ്പോൾ പിന്നെയും അതുപോലത്തെ തിരിച്ചു വരും. ഇന്ന് അവിടെ നടന്ന അതല്ലേ? ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹം ചോദിക്കുകയാണ്, ശ്രീ തോമസ് ഐസക് പറഞ്ഞത് മണ്ടത്തരമാണ്, അങ്ങനാണെങ്കിൽ ഞങ്ങൾ ആ മണ്ടത്തരം ചെയ്യണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേ വാക്കായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റം ഈ കേരളം കണ്ടതിനകത്ത് അവിടെ BJPയുടെ ഒരു MLA ശ്രീ ഞങ്ങളുടെ അവിടുത്തെ ലീഡർ ശ്രീ BB ഗോപകുമാർ പറഞ്ഞു, ഈ 2 മുന്നണികളുടെയും കാരണം കൊണ്ടാണ് ഈ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ. ഇത് വെറും ഒരു പെട്രോൾ ഇഷ്യൂ അല്ല ശ്രീ അഭിലാഷ്, ഇത് വെറും ഒരു എന്താ പറയുക വിലക്കയറ്റം ഇഷ്യൂ മാത്രമല്ല. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ കൊണ്ടുവന്നതിന് ഈ 2 മുന്നണികൾക്കും തുല്യമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്നുള്ള കാണിക്കുന്ന. കേരളത്തിൽ മാത്രമുള്ള സാഹചര്യമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ് അവസ്ഥ. കേരളത്തിൽ മാത്രമല്ല എണ്ണ വില വർദ്ധിച്ചിരിക്കുന്നത്, പാചകവാതകത്തിന്റെ വില വർധന ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഇവിടെയുള്ള ആളുകളെ പഴിക്കാം. പക്ഷേ ഇത്ര രൂക്ഷമായ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുകയാണ്. വലിയ തോതിൽ നമ്മുടെ ഇനി അതിന്റെ വലിയ യാഥാർത്ഥ്യങ്ങൾ വേറെയുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു, ഇറക്കുമതി ചെലവ് കൂടുന്നു, ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് കുറയുന്നു. ഇങ്ങനെ നമ്മൾ ഇതിന്റെ എക്കോണമി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉടനെ നമുക്ക് നരേന്ദ്രമോദി വിചാരിച്ചാൽ ഹോർമൂസ് തുറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രംപിനെ കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. അതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവിതം എന്നുള്ള കാര്യത്തിനൊരു വലിയ പ്രാമുഖ്യമുണ്ടല്ലോ. അത് നിറവേറ്റേണ്ട, അല്ലെങ്കിൽ അത് നന്നാക്കേണ്ട, അത് ഈസി ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ഉണ്ട് ശ്രീ, അതാണ് ശ്രീ അഭിലാഷ്, ഞാൻ അതിനൊരു ചോദ്യത്തിന് ആ ഒരു ഉത്തരം നോക്കൂ.
ഇവിടെ ഇപ്പൊ കേരളത്തിന്റെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല? തമിഴ്നാട് ഭരിക്കുന്ന BJP അല്ലല്ലോ. എന്തുകൊണ്ട് കർണാടകത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല? കർണാടക ഭരിക്കുന്ന BJP ആണോ? അല്ല. അവിടെ അങ്ങ് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു, ഏകദേശം 10 രൂപയുടെ വില വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഈ 10 രൂപ വെച്ച് വില കുറയ്ക്കാൻ സാധിക്കുക? എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കുന്നില്ല? അപ്പൊ ആ മണ്ടത്തരങ്ങൾ എന്താ തമിഴ്നാട് മാത്രം കാണിക്കുകയാണോ? അപ്പൊ ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയാണ് ഇതിപ്പോ ചെയ്യാൻ പറ്റത്തില്ല, അത് വില കുറച്ച് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആ വില എവിടം വരെ പോകും, അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് എടുക്കാൻ പറ്റൂ. അത് ആദ്യം അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം സഭയിൽ വെച്ച് പറഞ്ഞ കാര്യം വെച്ച് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ മണ്ടത്തരത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു കാര്യത്തിലും അദ്ദേഹം ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു ചോദിക്കും, എന്തുകൊണ്ട് സാധാരണക്കാരായ മലയാളികൾക്ക്, സാധാരണക്കാരായ തമിഴ്നാട്ടിലെ ഉള്ള ആ ജനങ്ങൾക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? കേന്ദ്ര സർക്കാർ രണ്ടുപേർക്ക് സെയിം ആണല്ലോ. ആ ആനുകൂല്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അതുപോലും ചെയ്യാൻ തയ്യാറല്ലാത്തത്, അതാണ് ആ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയും, നിങ്ങൾ ഭരണത്തിൽ വരുമ്പം അത് നേരെ മറിക്കും. ഇതുകൊണ്ടാണ് നമ്മളെ കേരളത്തിന്റെ ഇങ്ങനത്തെ അവസ്ഥ. എത്രമാത്രം കടത്തിന്റെ പറയുന്ന വാക്കുകൾ ഭരണപക്ഷത്തെത്തുമ്പോ മറക്കുന്നോ എന്ന ചോദ്യം വാലിഡ് ആണ്. ആ ചോദ്യത്തിലേക്ക്